അപകട വാർത്തയിലേക്ക് തന്നെയാണ്. ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിയ സേലം സ്വദേശികൾ സഞ്ചരിച്ച ബസ് കൊല്ലം ആര്യങ്കാവിൽ ലോറിയുമായി കൂട്ടിയിടിച്ച് ആറ്റിലേക്ക് മറിഞ്ഞിരിക്കുന്നു. ഒരാൾ മരിച്ചു, ഒട്ടേറെ പേർക്ക് പരിക്ക്. 5 പേരുടെ നില ഗുരുതരമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തമിഴ്നാട് സേലം സ്വദേശി ധനപാലനാണ് മരിച്ചതെന്ന് ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സുജിത് സുരേന്ദ്രൻ ചേരുകയാണ് വിവരങ്ങളുമായി. സുജിത്, ഇന്നലെ 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണമേൽപ്പിച്ച ആഘാതത്തിൽ നിന്നും നമ്മൾ ഒട്ടും മോചിതരായിട്ടില്ല. വീണ്ടും ഒരു റോഡ് അപകടം, ഒരു കൂട്ടിയിടിയുടെ വാർത്തയാണ് ഇന്ന് രാവിലെ പുറത്തു വരുന്നത്. ശബരിമല തീർത്ഥാടകർ, സേലത്തു നിന്നുള്ളവർ എന്നാണ് മനസ്സിലാക്കുന്നത്, സേലത്തു നിന്നുള്ള തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ലോറിയുമായി കൂട്ടിയിടിച്ചിരിക്കുന്നു. അതും പുലർച്ചെ 3:45. ഈ സമയത്തുള്ള ഈ അപകടങ്ങളുടെ ഒരു നിര കൂടുക തന്നെയാണ്. എന്താണ് ഏറ്റവും ഒടുവിൽ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? സ്വപ്ന, തീർച്ചയായും സ്വപ്ന പറഞ്ഞതുപോലെ തന്നെ കൊല്ലത്ത് കഴിഞ്ഞ ദിവസം രാത്രി ഒരു അപകടം, വാഹനം കത്തിച്ചതുമായി ബന്ധപ്പെട്ട ആ ഒരു അപകടത്തിന്റെ ഞെട്ടൽ മാറുന്നതിന് തൊട്ടു പിന്നാലെയാണ് കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ മറ്റൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് അപകടമുണ്ടായത്. ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് അപകടം നടന്നത്. ശബരിമല ദർശനം കഴിഞ്ഞെത്തിയ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിലേക്ക് എതിർ ദിശയിൽ വന്ന ഒരു ലോറി പാഞ്ഞു കയറുകയായിരുന്നു. ഈ സിമന്റ് കയറ്റി വന്ന ഒരു ചരക്ക് ലോറിയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തീർത്ഥാടകരുടെ ബസ് ഏതാണ്ട് 50 അടിയോളം താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ഒരു തോട്ടിലേക്കാണ് മറിഞ്ഞു വീണത്. ഉടൻ തന്നെ നാട്ടുകാരും മറ്റും ഓടിയെത്തി രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു. പുനലൂരിൽ നിന്ന് ഉൾപ്പെടെ നിരവധി ആംബുലൻസുകളൊക്കെ എത്തി പരിക്കേറ്റവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇതിൽ പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണ്. 24 പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ സുജിത്, പ്രായമായവരും കുട്ടികളും അടക്കം ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതെ 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 സ്വപ്ന, കാരണം ഇത് ശബരിമല തീർത്ഥാടകർ തമിഴ്നാട്ടിൽ നിന്ന് എത്തുന്നവർക്ക് എളുപ്പം എത്താൻ വേണ്ടിയുള്ള ഒരു മാർഗമാണ് ഈ കൊല്ലം തിരുമംഗലം ദേശീയപാത. ആ പാതയിലേക്ക് തമിഴ്നാട്ടിൽ നിന്നും സേലത്ത് നിന്നും എത്തിയ 24 പേരാണ് പരിക്കേറ്റത്. അതിൽ ഈ ബസ്സിൽ ഇതിനകത്തുണ്ടായിരുന്ന തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ധനപാൽ എന്ന ആളാണ് മരിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളവരെ എല്ലാവരും തന്നെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ 5 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നാട്ടുകാർ ഒന്നടങ്കം ചേർന്ന് വലിയൊരു താഴ്ചയിലേക്ക് തന്നെയാണോ ഈ വാഹനം കൂട്ടിയിടിയിൽ പതിച്ചത്? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതെ സ്വപ്ന, ഈ ഒരു പ്രദേശത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ റോഡ് ഉയരത്തിലും ഇരുവശങ്ങളിലും അഗാധമായ കൊക്കയാണ് ഉള്ളത്. പലയിടങ്ങളിലും, അതായത് ചിലയിടങ്ങളിൽ ഉയരത്തിലുള്ള ഭാഗമാണെങ്കിൽ ചിലയിടത്തിൽ ഇരുവശവും താഴേക്ക് വലിയ കൊക്ക പോലെ കിടക്കുന്ന ഭാഗമാണ്. ഇവിടേക്ക് ബസ് വരുമ്പോൾ പലപ്പോഴും നിരവധി അപകടങ്ങൾ, എല്ലാ തീർത്ഥാടന കാലത്തും അപകടങ്ങൾ ഇവിടെ പതിവാണ്. ഈ അടുത്തിടയ്ക്കും നിരവധി അപകടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഉണ്ടായ അപകടം തീർത്ഥാടകരുടെ ഭാഗത്തെ പ്രശ്നമല്ല, ലോറിയുടെ ഭാഗത്തെ പ്രശ്നമാണ്. ഇത് ഒരുപക്ഷെ ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം. കാരണം ഈ പ്രദേശത്ത് ഇത്തരത്തിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്ന ഒരു സംഭവമാണ്, ഒരു രീതിയാണ് ഉള്ളത് സ്വപ്ന. പലപ്പോഴും നമുക്കറിയാം, ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ ഈ രാത്രി യാത്രയിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ അടക്കം അധികൃതർ നൽകിയിട്ടും RTO അടക്കമുള്ളവർ നൽകിയിട്ടും വീണ്ടും ഇത്തരത്തിലുള്ള സമാനമായ അപകടങ്ങൾ ആവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കിതിൽ ആരെയാണ് ഇവിടെ പഴിക്കാൻ സാധിക്കുക? സ്വപ്ന, ഈ ലോഡുമായി വരുന്ന ചരക്ക് വാഹനങ്ങൾ പുളിയറ കടന്ന് ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ അവർക്ക് പലപ്പോഴും ഈ റോഡ് നിശ്ചയമല്ലാത്ത ആളുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ മറ്റൊന്ന് എതിർ ദിശയിലേക്ക് ഒരു വാഹനം കയറി വന്നാൽ അത്യാവശ്യമായ അവർക്ക് വഴി മനസ്സിലാകുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഈ അപകട സൂചന ബോർഡുകളൊന്നും തന്നെ പലയിടത്തും സ്ഥാപിച്ചിട്ടില്ല. പലയിടത്തും റോഡിൽ നിന്നും കാട്ടിൽ നിന്നും റോഡിലേക്ക് കാട് കയറി കിടക്കുന്ന ഒരവസ്ഥയുണ്ട്. സൈൻ ബോർഡുകൾ പലതും മറഞ്ഞിരിക്കുന്ന അവസ്ഥ, കൃത്യമായ ദിശാസൂചന ബോർഡുകളില്ലാത്ത അവസ്ഥ, ഇതൊക്കെ തന്നെയാണ് അപകടങ്ങൾ വരുത്തിവെക്കുന്ന ഒരു പ്രധാന കാരണം എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ പ്രദേശങ്ങളിലേക്ക് ഈ വഴി കൃത്യമായ ബോധ്യമില്ലാത്ത ആളുകൾ വരുമ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നു. ബാരിക്കേഡുകൾ പലയിടങ്ങളിലും സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നമാണ്. ഇതൊക്കെ തന്നെയാണ് ഈ അപകടങ്ങൾക്ക് വഴിവെക്കുന്നത്. ഒപ്പം തന്നെ ഇവർക്ക് ഉറങ്ങുന്നതിന് പലയിടങ്ങളിലും ഈ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ കൊക്കയാണ് 2 സൈഡിലും എന്ന് പറഞ്ഞു. ഈ റോഡിന്, ഈ അപകടം നടന്ന റോഡിന് 2 സൈഡിലും കൊക്കയാണെന്ന്, അവിടെ എന്തെങ്കിലും ബാരിക്കേഡ് അടക്കമുള്ള അല്ലെങ്കിൽ കമ്പി വളയങ്ങൾ അടക്കമുള്ളവ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നോ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ?
സ്വപ്ന പലയിടങ്ങളിലും ഇത് സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെയാണ് ഈ പ്രദേശത്തെ അപകടങ്ങളിലേക്ക് വഴിവെക്കുന്നത്. ഈ ബാരിക്കേഡുകൾ സ്ഥാപിക്കാത്ത ഒരിടത്ത് തന്നെയാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. കാരണം കാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ബാരിക്കേഡുകൾ കൃത്യമായി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവില്ല. ഒപ്പം തന്നെ ഈ ഏതെങ്കിലും തരത്തിലുള്ള ദിശാ സൂചനാ ബോർഡുകൾ അല്ലെങ്കിൽ അപകട സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുകയോ ചെയ്തിട്ടില്ല. അത്തരത്തിലുള്ള അപകട സൂചനാ ബോർഡുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഒരു ബാരിക്കേഡ് പോലെ ഒന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അത് കൃത്യമായ അശാസ്ത്രീയമായുള്ള ഇത്തരം കാര്യങ്ങൾ സ്ഥാപിക്കുന്നത് അത്യാവശ്യം ഉയരത്തിൽ സ്ഥാപിക്കുകയാണെങ്കിൽ ഈ അപകടങ്ങളെ ഒരു പരിധി വരെ നമുക്ക് തടയാൻ സാധിക്കും. പക്ഷേ വേണ്ടത്ര ക്രമീകരണം ശബരിമല തീർത്ഥാടന കാലമാകുമ്പോൾ കൃത്യമായ മുന്നൊരുക്കങ്ങൾ വേണമെന്നുള്ള ആവശ്യം പലപ്പോഴും ഉയരാറുണ്ട്. എന്നാൽ പലപ്പോഴും ഇത്തരത്തിൽ ദിശാസൂചന ബോർഡുകളോ അല്ലെങ്കിൽ ബാരിക്കേഡുകളോ ഒക്കെ സ്ഥാപിക്കുന്ന കാര്യത്തിൽ അധികൃതർ വലിയ രീതിയിലുള്ള വീഴ്ച വരുത്താറുണ്ട്. അത് തന്നെയാണ് ഇത്തരം അപകടങ്ങളിലേക്ക് വഴിവെക്കുന്നത്. സ്വപ്നം, തീർച്ചയായും ഇത്തരം അപകടങ്ങൾ, ഇത്തരം കൂട്ടിയിടിയുടെ കഥകൾ തുടർക്കഥയായി തന്നെ മാറുകയാണ്. ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിയ സേലം സ്വദേശികൾ സഞ്ചരിച്ച ബസ് കൊല്ലം ആര്യങ്കാവിൽ ലോറിയുമായി കൂട്ടിയിടിച്ച് ആറ്റിലേക്ക് മറിഞ്ഞിരിക്കുന്നു. 40 അടിയോളം താഴ്ചയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരാൾ മരിച്ചു, നിരവധി പേർക്ക് പരിക്കുണ്ട്. ഇതിൽ 5 പേരുടെ നില ഗുരുതരം എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. സുജിത്താണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേർന്നത്.